കുഴപ്പമില്ല. ആ പാർട്ടി കോൺഗ്രസ് വേദിയിലിരുന്ന് CPM ഒരു പ്രഖ്യാപനം നടത്തിയല്ലോ. നിങ്ങളുടെ പാർട്ടിയുടെ അടിസ്ഥാനം ഇളകിക്കൊണ്ടിരിക്കുകയാണെന്ന്. ശരിയല്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തൊഴിലാളി വർഗമായിരുന്നു. അവരെല്ലാം നിങ്ങളെ വിട്ടുപോകാൻ തുടങ്ങിയിരിക്കുന്നു. അവരെല്ലാം നിങ്ങളെ വിട്ടുപോവുകയാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്കിനിയും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പാവപ്പെട്ട വനിതകൾ, തൊഴിലാളികൾ, അവരേറ്റവും അധികം സ്നേഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവരുടെ മുടിയാണ്. ആ മുടിയാണ് അവരുടെ ഭംഗി. എത്ര പാവപ്പെട്ടവരായിക്കോട്ടെ, എത്ര വയസ്സായവരായിക്കോട്ടെ, ആ മുടി മുറിച്ചപ്പോ അതിനെ പരിഹസിക്കുന്ന മന്ത്രിമാർ, അതിനെ പരിഹസിക്കുന്ന നേതാക്കൾ. എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങളോട് പറയാനുള്ളത്, ആ മുടി ഇവിടെ സൂക്ഷിക്കുകയല്ല വേണ്ടത്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിലേക്ക് അത് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ബാക്കിയുള്ള പാർട്ടിക്കാരും അറിയട്ടെ, ബാക്കി സംസ്ഥാനക്കാരറിയട്ടെ ഇത്തരത്തിൽ ഈ CPMന്റെ ഗവൺമെന്റ് പാവപ്പെട്ട ആളുകളോട് ഇതാണ് കാണിക്കുന്നതെന്ന്. ബാക്കി മുഴുവൻ ആളുകളും അറിയട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് പിന്തുണ നൽകാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ സമരം അവസാനിക്കുന്നത് വരെ ഞങ്ങൾ കുറെ വിഭവങ്ങൾ സമാഹരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ സമരം അവസാനിക്കുന്നത് വരെ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കാനാണ് CMPയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. ആശാവർക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു കോവിഡ് കാലഘട്ടമാണ്. നമ്മളെല്ലാവരും വീട്ടിനുള്ളിൽ വീടടച്ചിരിക്കുമ്പോഴും നമ്മുടെ ആരോഗ്യവും സുരക്ഷയും നമ്മുടെ ജീവിതവും ഒക്കെ സംരക്ഷിച്ചവരാണ് ആശാവർക്കർമാർ. അത് കഴിഞ്ഞവർ പൊതുസമൂഹത്തിൽ ഏറ്റവും വലിയ മാതൃകയായി, രാജ്യത്ത് തന്നെ മാതൃകയായ വോളണ്ടിയർമാരാണ്, ആരോഗ്യ പരിരക്ഷാ വോളണ്ടിയർമാരായിരുന്നു. അവർ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇത്തരത്തിലൊരു സമരവുമായി വരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് ഈ ആശാവർക്കർമാരുടെ തന്നെ സഹായം ഏറ്റുവാങ്ങിയ ഉന്നതന്മാരാണ് എന്നുള്ളതിലാണ് ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്നത്. സ്ത്രീകളുടെ സമരവും തൊഴിലാളികളുടെ സമരവും ഏറ്റവും അധികം ഈ സംസ്ഥാനത്തും രാജ്യത്തും നടത്തിയിട്ടുള്ളൊരു തൊഴിലാളി വർഗ പാർട്ടിയാണ് CPM. ആ CPM ആണ് ഈ സമരം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഇന്ന് 52 ദിവസമായിരിക്കുന്നു. നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ഏറ്റവും വിലയേറിയതാണ് മുടി വരെ മുണ്ടനം ചെയ്തിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇതുവരെ മനസ്സ് തുറക്കാറായിട്ടില്ല. ഒരു കാര്യം ഉറപ്പു പറയുന്നു, ഈ സമരം വിജയിക്കുന്നത് വരെ നിങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രസ്ഥാനവും ഈ പൊതുജനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. ഒരിക്കലും ആശ നശിക്കേണ്ട കാര്യമില്ല. ആ ധീരതയോടുകൂടി തന്നെ ഈ സമരവുമായി മുമ്പോട്ട് പോകണം. നിങ്ങളോടൊപ്പം CMP എന്ന പ്രസ്ഥാനവും അതുപോലെ ഇവിടെ എത്തിച്ചേരേണ്ടതാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് CP ജോൺ. അദ്ദേഹം അടിയന്തരമായി എറണാകുളത്ത് ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സഖാവ് വിനിയോടത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എത്തിച്ചേരാത്തത്. ഇവിടെ പങ്കെടുത്ത വളരെ
വേഗത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇനിയുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും CMP തുടർന്നും ഉണ്ടാവും. പിന്തുണയോടുകൂടി, സർവ്വവിധ പിന്തുണയോടുകൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആരോഗ്യമന്ത്രിയുടെ ചേർന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്, പ്രതീക്ഷയിലാണ്. ഏതെങ്കിലും കാരണവശാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തമായ സമരത്തിലേക്ക് പോകും. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ വീണ്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന് പങ്കെടുത്തതിന്, ഞങ്ങളെ പിന്തുണച്ചതിന്, ഈ രാത്രിയിലും വന്ന് ഇത്തരമൊരു ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചതിന് വളരെ നന്ദി പറയുന്നു. നാളത്തെ ചർച്ചയെ സംബന്ധിച്ചും ഞങ്ങളുടെ ഈ പരിപാടി വളരെയധികം അതൊരു സ്വാധീനം ഉണ്ടാക്കും, സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെ നന്ദി. എത്ര പേരാണ് സഹിക്കുന്നില്ല, അതാണ് പ്രശ്നം. കൂലിക്ക് കൊണ്ടുവന്ന ഒരാളെ കൊണ്ടുവരും, നമ്മളെ തിരിച്ചു ഇടങ്ങളിൽ പന്തിലോട് ചോദിച്ചിട്ട് ഈ സ്ഥലങ്ങളെല്ലാം മറുപടി